ഗൈസ്, കടച്ചിലല്ല കൈപ്പണിയാണെന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്വന്തം സാധനമാണ് കേട്ടോ. സംഗതി ഇത് മറ്റൊന്നുമല്ല, ഒരു ക്യൂഡ ട്യൂബ് ലൂർ സെറ്റ് ചെയ്തതാണ്. മെയിൻ ആയിട്ട് ബാരക്കൂഡ പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഓൺലൈനിൽ നിന്നും ഇതിനു വേണ്ടിയുള്ള ട്യൂബ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിക്കായിരുന്നു. ലൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം ഇതിൽ നിന്നും വെറും രണ്ട് പീസ് ട്യൂബ് മാത്രമാണ് കേട്ടോ. തുല്യ അളവിൽ മുറിച്ചെടുത്തിരിക്കുന്ന 2 പീസിൽ ഒന്നിനെ നമ്മൾ ഇതുപോലെ വാലിന്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന്റെ അകത്തുകൂടി വയർ ലീഡർ കടത്തിവിട്ട് രണ്ടറ്റവും അലൂമിനിയം സ്ലീവ്സ് കൊണ്ട് പഞ്ച് ചെയ്തിരിക്കുകയാണ്. വയറിന്റെ തലഭാഗത്ത് ഒരു വെയിറ്റും വാൽ ഭാഗത്ത് ഒരു ട്രിപ്പിൾ ഹുക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള അടുത്ത ടാസ്ക് ലൂറിന്റെ വാൽ ഭാഗം ഇതിന്റെ കൂടെ ടൈ ചെയ്തെടുക്കുക എന്നതാണ്. വാലിന്റെ ഭാഗത്തതിലും ആദ്യം നമ്മൾ ചെയ്ത പോലെ തുടക്കത്തിൽ വെയിറ്റും അറ്റത്തായി ട്രിപ്പിൾ ഹുക്കും കൊടുക്കുകയാണ്. ഉപയോഗിച്ച അലൂമിനിയം സ്ലീവുകളെല്ലാം ടൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തുടക്കത്തിലായി ഒരു സ്വിവൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂഡ ട്യൂബിന്റെ കാര്യം സെറ്റ് ആണ്. ഇതിനെ ഇതുപോലെ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ നീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നെറ്റിലൊക്കെ റിഫർ ചെയ്യുമ്പോൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്നതായി കാണാൻ കഴിയുമെങ്കിലും ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടേതായ രീതിയിലാണ് കേട്ടോ. ഇതും കൊണ്ടുപോയി ലൂർ കാസ്റ്റ് ചെയ്ത് വെള്ളത്തിന് മീതെ കൂടി വലിക്കുമ്പോൾ കറക്റ്റ് ഒരു നീഡിൽ ഫിഷ് വരുന്ന രീതിയിലാണ് ലൂർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പുള്ള കാര്യം, ഈ ഒരു ലൂറിൽ മീനടിച്ചാൽ അത് അവന്റെ അന്ത്യം തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും സ്വന്തമായിട്ടുണ്ടാക്കിയ സാധനം വെച്ചിട്ടുള്ള ഫിഷിംഗ് അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്.